തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരായ അക്രമ സംഭവങ്ങൾ വർദ്ധിച്ചുവരുന്നതായി റിപ്പോർട്ടുകൾ. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ 19 എണ്ണത്തിലും ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസം ആചരിക്കുന്നതിന്റെ പേരിൽ ജീവന് ഭീഷണി നേരിടുന്നതായി ന്യൂഡൽഹി ആസ്ഥാനമായുള്ള യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തിറക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നു. ഈ വർഷം മാർച്ച് 15 വരെ 122 ക്രിസ്ത്യാനികളെങ്കിലും മതപരിവർത്തന ആരോപണത്തിന്റെ പേരിൽ തടവിലാക്കപ്പെടുകയോ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. 2024 മാത്രം ക്രിസ്ത്യാനികൾക്കെതിരായ 161 അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രാജ്യത്തെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം വളരെ ഭയാനകമാണെന്ന് KCBC വക്താവ് ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളി പറഞ്ഞു. ഛത്തീസ്ഗഡിലാണ് ക്രൈസ്തവർക്കെതിരെ ഏറ്റവുമധികം ആക്രമങ്ങൾ നടന്നിരിക്കുന്നത്. ഇവിടങ്ങളിൽ മതപരിവർത്തനം എന്ന പേരിൽ പോലീസ് കള്ളക്കേസുകൾ ഉണ്ടാക്കുകയാണെന്നും വീടുകളിൽ പോലും പ്രാർത്ഥിക്കുന്നത് മതപരിവർത്തനമായി വ്യാഖ്യാനിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഉത്തർപ്രദേശിൽ മാത്രം മതപരിവർത്തന നിരോധന നിയമത്തിന്റെ മറവിൽ 30-ലധികം അറസ്റ്റുകളാണ് നടന്നിരിക്കുന്നത്. മധ്യപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ തുടങ്ങിയവയിലെ സ്ഥിതിയും വിഭിന്നമല്ല. ഈ സാഹചര്യത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ഏറെ ആശങ്കയോടെയാണ് വിശ്വാസികൾ നോക്കിക്കാണുന്നത്. വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ പൊതുവായ പ്രാർത്ഥനകൾക്ക് ഒരുമിച്ച് കൂടാൻ സാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. നടവയൽ ഹോളിക്രോസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിലെ ഓശാന ഞായർ തിരുക്കർമ്മങ്ങൾക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. മേജർ ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെട്ടതിനു ശേഷം ആദ്യമായാണ് അദ്ദേഹം നടവയൽ തീർത്ഥാടന കേന്ദ്രത്തിലെത്തുന്നത്. രാവിലെ 7-ന് ആയിരക്കണക്കിന് വിശ്വാസികളുടെ നേതൃത്വത്തിൽ നടവയൽ ടൗണിൽ വെച്ച് സ്വീകരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിനെ റാലിയുടെ അകമ്പടിയോടെ പള്ളി അങ്കണത്തിലേക്ക് ആനയിക്കും. ഓശാന ഞായറിനോടനുബന്ധിച്ച് ടൗൺ ചുറ്റി നടക്കുന്ന പ്രദക്ഷിണത്തിലും അദ്ദേഹം പങ്കുചേരും. തുടർന്ന് ഇടവകയുടെ കീഴിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കും. നടവയലിൽ എത്തുന്ന മാർ റാഫേൽ തട്ടിലിനെ സ്വീകരിക്കാനുള്ള നടപടികൾ പൂർത്തിയായതായും 10,000 പേർക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയതായും ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഗർവാസിസ് മറ്റം, ജോഷി മുണ്ടയ്ക്കൽ, ബിനു മാങ്കൂട്ടത്തിൽ എന്നിവർ അറിയിച്ചു. ന്യൂനപക്ഷ പദവി നൽകുന്നതിനുള്ള നിയമങ്ങളിലെ വിവാദപരമായ വ്യവസ്ഥ ഒഴിവാക്കിയ സർക്കാർ നടപടി സ്വാഗതം ചെയ്ത് കർണാടകയിലെ കത്തോലിക്ക സഭ. ന്യൂനപക്ഷ സ്ഥാപനമായി സർക്കാർ അംഗീകരിക്കുന്നതിന് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള 25% വിദ്യാർത്ഥികളെങ്കിലും സ്കൂളിൽ പഠിക്കണമെന്ന വ്യവസ്ഥയാണ് എതിർപ്പിനെ തുടർന്ന് സർക്കാർ റദ്ദാക്കിയത്. 2011 സെൻസസ് പ്രകാരം സംസ്ഥാനത്തെ 61 ദശലക്ഷം ജനങ്ങളിൽ 16.28% ക്രൈസ്തവർ ഉൾപ്പെടെ 6 ന്യൂനപക്ഷ മതങ്ങളിൽ നിന്നുള്ളവരാണ്. സംസ്ഥാനത്ത് ആയിരക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സഭ നടത്തുന്നുണ്ടെങ്കിലും ക്രിസ്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതിനാൽ സ്കൂളുകളുടെ ന്യൂനപക്ഷ പദവി നഷ്ടപ്പെടുമെന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. സർക്കാർ നിയന്ത്രണങ്ങൾ റദ്ദാക്കിയ നടപടി സ്കൂളുകളുടെ നടത്തിപ്പ് സുഗമമാക്കുമെന്ന് കർണാടക റീജിയണൽ കാത്തലിക് ബിഷപ്സ് കൗൺസിലിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ഫാദർ ഫ്രാൻസിസ് അൽമേഡ പറഞ്ഞു. താമരശ്ശേരി രൂപതയുടെ ആഭിമുഖ്യത്തിൽ വലിയ നോമ്പിലെ 40-ാം വെള്ളിയാഴ്ച നടത്തിവരുന്ന കുളത്തുവയിൽ തീർത്ഥാടനം ഭക്തിസാന്ദ്രമായി. ഇന്നലെ രാത്രി 10 മണിക്ക് താമരശ്ശേരി കത്തീഡ്രലിൽ നിന്ന് ആരംഭിച്ച തീർത്ഥാടനത്തിന് രൂപതാധ്യക്ഷൻ മാർ റെമിജിയോസ് ഇഞ്ചനാലിയിലാണ് നേതൃത്വം നൽകിയത്. കുരിശിന്റെ വഴിയും ജപമാലയും തുടർച്ചയായി ചൊല്ലി 35 കിലോമീറ്റർ കാൽനടയായി കുളത്തുവയലിലെത്തിയ തീർത്ഥാടനത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കുചേർന്നത്. കുളത്തുവയൽ സെന്റ് ജോർജ് ദേവാലയത്തിൽ എത്തിച്ചേർന്ന തീർത്ഥാടനത്തിൽ സമാപന പ്രാർത്ഥനകൾക്ക് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ നേതൃത്വം നൽകി. തുടർന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നേർച്ച ഭക്ഷണത്തിനു ശേഷമാണ് വിശ്വാസികൾ മടങ്ങിയത്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.